ഹലോ ഗസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ ചേട്ടനെ കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതേ പുള്ളിക്കാരൻ കൃഷി ചെയ്ത് ബജ്ജി മുളക് ഇപ്പോൾ വിളവെടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 വട്ടം വിളവെടുത്തിട്ടുണ്ട്, അതിനകത്ത് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അത് വിളവെടുക്കുന്ന സമയമാണ് കേട്ടോ. ഇത് നല്ല സൂക്ഷ്മമായിട്ട് രീതിയിലെല്ലാം വിളവൊക്കെ നല്ല നോക്കി മൂത്തതൊക്കെ നോക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബജ്ജി മുളക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞാൽ മതി ഗൈസ്, ഞാൻ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ദൂരമുള്ളവരാണെങ്കിൽ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ മുളകെല്ലാം അടിപൊളിയായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 100% നമുക്ക് മുളകും കഴിക്കാം. മാവ് മാത്രമല്ല, മുളകും കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പോർഷൻ ഞാൻ എൻ്റെ വീട്ടിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അതിനകത്ത് മുഴുവൻ എടുത്തില്ല, പകുതി ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ. മുളക് കഴുകി വൃത്തിയാക്കി 2ആയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് കടലമാവിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കടലമാവ് ഞാനൊരു 4-5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി കുറച്ച് കളറുള്ളതാണ്, അതുകൊണ്ടാണ് എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത്രയാണ് ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. തണുത്തോളം ഒഴിച്ചാൽ മതി, ചൂടുവെള്ളം നിർബന്ധമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണേൽ, ഒരുപാട് വാട്ടറി മുളകിനകത്ത് പിടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മുളകിനകത്തേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുക ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന്, പക്ഷേ ഒട്ടും അല്ല കേട്ടോ. ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 4 to 5 മിനിറ്റ്സിനകത്ത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഞാനൊരു 10-15 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കായിലും ചെയ്യാം കേട്ടോ, പച്ചക്കായിലും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാനായിട്ട് സോസും കൂടെ ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി എന്താ ടൈം, ടേസ്റ്റിങ്ങിൻ്റെ ടൈമാണല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ സോസിൽ മുക്കിയും കഴിക്കുന്നുണ്ട്, അല്ലാതെയും കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുളക് ബജ്ജി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ഡെഫിനറ്റായിട്ടും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഞാൻ കഴിച്ച് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോസിൽ മുക്കി കഴിക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് നോർമലി സോസിൽ മുക്കാതെ കഴിച്ചപ്പോൾ തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയും വളരെ സിമ്പിളല്ലേ, അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടതാനും, നല്ല രീതിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, മുളക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദേ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദേ ഗൈസ്, ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ, ബൈ.